അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് NFA ടു DFA ആണ്. അപ്പം ഫസ്റ്റിലെ നമുക്ക് ഇതേപോലൊരു NFA തന്നിരിക്കും. ഈ NFAനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് DFA ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന NFAയുടെ ട്രാൻസിഷൻ എഴുതണം. അപ്പം നമ്മൾ ട്രാൻസിഷൻ എഴുതുന്ന സമയത്ത് Q0ക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് Q1 Q2 കിട്ടും. അപ്പം Q1 Q2 എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ് ആയതുകൊണ്ട് ആ 2 സ്റ്റേറ്റും കൂടെ ചേർത്ത് നമ്മളൊരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് ന്യൂ സ്റ്റേറ്റ് ഫോംഡ് എന്നും പറഞ്ഞ് എഴുതുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം Q0ക്ക് 1 കൊടുക്കുമ്പോഴത്തേക്ക് Q1 കിട്ടും. നമ്മളിപ്പോൾ ഫോം ചെയ്ത Q0 Q1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റിൻ്റെ ട്രാൻസിഷന് നമ്മൾ അടുത്തതായിട്ട് എഴുതണം. അപ്പം ഡെൽ ഓഫ് Q0 Q1 0 എന്ന് പറഞ്ഞ് എഴുതുമ്പോഴത്തേക്ക് ഡെൽ ഓഫ് Q0 0 യൂണിയൻ ഡെൽ ഓഫ് Q1 0, അതായത് Q0ക്ക് 0 കൊടുക്കുമ്പോൾ ഉള്ള ഔട്ട്പുട്ടും Q1ന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടും കൂടെ നമ്മൾ യൂണിയൻ ചെയ്യും. അപ്പം നമുക്ക് Q0 Q1 യൂണിയൻ Q5 എന്നാണ് വരുന്നത്. കാരണം Q1ന് 0 കൊടുക്കുമ്പം ഉള്ളൊരു സ്റ്റേറ്റ് അവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ Q5 എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യൂണിയൻ ആയിട്ട് നമുക്ക് Q0 Q1 തന്നെ കിട്ടും. പിന്നെ അതിനുശേഷം നമ്മൾ Q0 Q1ന് 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കും. നമ്മൾ Q0 Q1ന് 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ Q0ക്ക് 1 കൊടുക്കുമ്പോൾ ഉള്ളതും Q1ന് 1 കൊടുക്കുമ്പോൾ ഉള്ളതും നമ്മൾ എഴുതും. അപ്പോഴത്തേക്ക് Q0ക്ക് 1 കൊടുക്കുമ്പോൾ Q1ഉം Q1ന് 1 കൊടുക്കുമ്പോൾ Q0 Q1ഉം കിട്ടും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യൂണിയൻ ആയിട്ട് നമുക്ക് Q1 Q0 എന്ന് പറഞ്ഞ് കിട്ടും. അതിനുശേഷം നമ്മൾ അതായത് നമ്മുടെ ഈ ഫിഗറിനകത്ത് Q1ൻ്റെ ട്രാൻസിഷൻ എഴുതിയില്ലായിരുന്നു. അപ്പോൾ Q1ൻ്റെ ട്രാൻസിഷനും കൂടെ എഴുതണം. Q1ന് 0 കൊടുക്കുമ്പോൾ Q5 കിട്ടും, Q1ന് 1 കൊടുക്കുമ്പോൾ Q0 Q1 കിട്ടും. അതിനുശേഷം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ട്രാൻസിഷൻ ഫങ്ഷൻസ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു DFA വരയ്ക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് 4 സ്റ്റേറ്റ്സ് ആണുള്ളത്. Q0 ഉണ്ട്, Q0 Q1 ഉണ്ട്, Q1 ഉണ്ട്, പിന്നെ Q5 എന്ന് പറയുന്നൊരു സ്റ്റേറ്റും ഉണ്ട്. കാരണം നമുക്ക് Q1ന് 0 കൊടുക്കുമ്പോൾ Q5 ആണ് കിട്ടുന്നത്. അപ്പോൾ Q5 എന്ന് പറയുന്നൊരു സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കും. Q0ക്ക് 0 കൊടുക്കുമ്പം Q0 Q1ലോട്ട് പോകും. അപ്പം ഒരു ട്രാൻസിഷൻ Q0 to Q1 ഒരു ട്രാൻസിഷൻ 0 വെച്ചിട്ട് നമ്മൾ കൊടുക്കും. അപ്പം Q0 Q1 ചെല്ലും. പിന്നെ Q0ക്ക് 1 കൊടുക്കുമ്പോൾ Q1 കിട്ടും. അപ്പം Q0യിൽ നിന്ന് Q1ലോട്ട് ഒരു ട്രാൻസിഷൻ വരയ്ക്കും, 1 വെച്ചിട്ട് നമ്മൾ വരയ്ക്കും. അതിനുശേഷം Q0 Q1ന് 0 കൊടുത്താൽ Q0 Q1 തന്നെ കിട്ടും. അപ്പം നമ്മൾ സെൽഫ് ലൂപ്പ് കൊടുക്കും. അതേപോലെ തന്നെ Q0 Q1ന് 1 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, Q1 Q0 കിട്ടും. അപ്പോൾ അവിടെ 0,1 എന്ന് പറഞ്ഞ് സെൽഫ് ലൂപ്പ് തന്നെ കൊടുത്തിരിക്കും. പിന്നെ Q1ന് 0 കൊടുക്കുമ്പം Q5ലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ പുതിയൊരു സ്റ്റേറ്റ് Q5 വരച്ചതിനകത്തോട്ട് 0 കൊടുക്കും. അതിനുശേഷം Q1ന് 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, Q0 Q1 കിട്ടും. അപ്പോൾ Q1 1 കിട്ടുന്നത് നമ്മൾ Q0 Q1ലോട്ട് ഒരു വരയ്ക്കും. പിന്നെ ഈ Q5 എന്ന് പറയുന്നത് ഒരു ഡെഡ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഡെഡ് സ്റ്റേറ്റിന് അതിന് കൊടുക്കാനുള്ള DFA ആയതുകൊണ്ട് അതിന് കൊടുക്കാനുള്ള നമ്മൾ പുറത്തോട്ട് പോകുന്ന ഇൻപുട്സ് ഉണ്ടല്ലോ, 0ഉം 1ഉം. ആ 0ഉം 1ഉം നമ്മൾ സെൽഫ് ലൂപ്പായിട്ട് ആ ഡെഡ് സ്റ്റേറ്റ് അവിടെ ഫോം ചെയ്തിട്ടേക്കും. ഇങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ ഓഫ് NFA ടു DFA എഴുതുന്നത്. ഇപ്പം മാർക്കിനനുസരിച്ച് ഇപ്പം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ഫസ്റ്റിലെ നമ്മൾ ഈ ട്രാൻസിഷൻ എഴുതുന്നതിന് മുന്നേ ഒരു ട്രാൻസിഷൻ ടേബിൾ നമുക്ക് തന്നിരിക്കുന്ന NFAയുടെ ഒരു ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുക. അതിനുശേഷം ഈ ട്രാൻസിഷൻസ് എഴുതുക, പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്തെന്ന് എഴുതുക. അതിനുശേഷം നമ്മുടെ പുതിയ DFAയുടെ നമ്മളിപ്പം കണ്ടുപിടിച്ച DFAയുടെ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുക. പിന്നെ ആ ട്രാൻസിഷൻ ഡയഗ്രാം വെച്ചുള്ള ട്രാൻസിഷൻ ടേബിളും കൂടി വരയ്ക്കുക. ഇത്രയാണ് വരയ്ക്കാനുള്ളത്.